എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ബോളിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാനോ പറ്റുമോ? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എന്നാൽ നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു തവിക്ക് 2 തവി മൈദമാവ്, ഈ തവിക്ക് തന്നെ 1 തവി അരിപ്പൊടി, അത് അപ്പത്തിന് നമ്മൾ വറുത്ത് വയ്ക്കുന്ന പൊടിയുണ്ടല്ലോ, ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നു. അതൊരു ബീറ്റർ കൊണ്ടൊന്ന് ഇളക്കുക. ഇനി ദോശമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് അധികം പുളിയില്ലാത്ത ദോശമാവ് ഒഴിച്ചു കൊടുക്കണം. 2 സ്പൂണാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 സ്പൂണ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് ബീറ്റർ കൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അധികം വെള്ളം കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. ദോശമാവിൻ്റെ അതേ പരുവത്തിൽ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് ചക്കപ്പഴം ഞാൻ നല്ല വരിക്ക ചക്കപ്പഴം, പഴുത്ത പഴം വെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് സ്പെഷ്യൽ വിഭവം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സാധാരണ പഴം കൊണ്ടല്ലേ ചെയ്യാറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലാണെന്ന് പറഞ്ഞത്. ചക്കപ്പഴമാണ്. അത് ഞാൻ 2ആയിട്ട് ഒരു ചുള മുറിച്ച് ആണ് വെക്കുന്നത്. നല്ലപോലെ പഴുത്തതും മധുരമുള്ളതുമായ പഴം വേണം നമ്മൾ എടുക്കാൻ. കൂഴ ചക്കപ്പഴം കൊള്ളിയേല. ഇത് കുറച്ചെടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ മാവ് നന്നായിട്ടും പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. ഇതിലേക്ക് 1 സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നു. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ബോളി ഉണ്ടാക്കാം. ഈ സമയത്ത് ഞാൻ എണ്ണ ചൂടാകാനായിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എന്നാൽ ലോ ഫ്ലെയിമിലുമല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കാൻ. ഓരോ ചുളയും മാവി മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നല്ല ഉരുണ്ട് പൊങ്ങി വീറി വരും. ഇത് നല്ല സുന്ദരമായ ടേസ്റ്റാണ് ചക്കപ്പഴം കൊണ്ട് ഇങ്ങനെ ബോളി ഉണ്ടാക്കിയാലെന്ന് ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ സാധാരണ പഴം കൊണ്ടാണ് ഉണ്ടാക്കി കഴിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ പറമ്പിലുള്ള നമ്മുടെ ചക്ക കൊണ്ട് നമുക്ക് നല്ല സുന്ദരമായ ബോളി ഉണ്ടാക്കി ഇതുപോലെ കഴിക്കാം. കണ്ടോ, നല്ല പോലെ ഉരുണ്ട് വീറി വന്നത് കണ്ടോ. ഒരു മായോ ഇല്ലാത്ത, ഒരു വിഷവും ഇല്ലാത്ത ചക്കപ്പഴം. ചക്കയൊക്കെ നമ്മളൊക്കെ എങ്ങനെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ്. അപ്പോൾ ഇതാദ്യം ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. രണ്ടാമതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അതും നല്ലപോലെ പൊങ്ങി വീറി വന്നു കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് മൊത്തം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചക്കപ്പഴം നമ്മുടെ ആവശ്യമനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. നല്ല മധുരമുള്ള ചക്കപ്പഴം ആകുമ്പോൾ അധികം പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ മധുരമൊക്കെ ചേർക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചക്കപ്പഴത്തിന് നല്ല മധുരം ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ മൊത്തം ചക്കപ്പഴം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. നല്ല സുന്ദരമായിട്ട്, കണ്ടാൽ തന്നെ അറിയാൻ പാടില്ല, നല്ല വീറി, നല്ല പഴം പൊരി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ വീറി നന്നായിട്ടും വന്നിട്ടുണ്ട് ചക്കപ്പഴം കൊണ്ട് ബോളി ഉണ്ടാക്കിയപ്പോൾ. ഇത് ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കൂ. നല്ല സുന്ദരമായ ബോളിയാണ്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.